ഹലോ, ഇന്ന് ഡേ 2. ഇന്ന് ഞാൻ രാവിലെ വിചാരിച്ചു എണീച്ചൊന്ന് ഓടാൻ പോകാമെന്ന്. പക്ഷേ ഭയങ്കര മഴയാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് വെയിലൊക്കെ വന്നു. ഇവിടെ പിന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് അധികം വൈദ്യുതി കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പോകാൻ പറ്റില്ല. സോ ഇതാണ് എൻ്റെ അമ്മ ഇവിടെയൊക്കെ മുറ്റൊക്കെ അടിക്കുവാണ്. സഹായിക്കണേ. She said no. Win-win situation for us. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇന്നലെ കണ്ട ചങ്കിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. എന്നിട്ട് പറശ്ശിനി കടവൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരണം. സുഖം. ഇന്നലെ വന്നേ? ആ, 4 ദിവസം. ആ, അങ്ങനെ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോലായി. മഴ ആയതുകൊണ്ട് ഞാൻ കാർ എടുത്തിട്ടാണ് പോണത്. സോ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. 2 കാറ്, വലിയ വീട്, റിച്ച് ലൈഫ്. That I will add, sir. Yeah. Let's go. സ്വന്തം വണ്ടി വേറെ ഓടിക്കാൻ കൊടുക്കുന്ന ഒരാളറിയാം നിങ്ങൾക്ക്? അവനാണ് ഇവൻ. ഫുൾ റിച്ചാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പെട്രോൾ വേണ്ട, പെട്രോളല്ല, ഫുൾ ടാങ്ക്, ഹൈ സെറ്റപ്പ്. നമ്മളിപ്പോൾ പറശ്ശിനി കടവ് പോവാ. അവനെന്തോ ലാപ്ടോപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. എടുത്തിട്ട് വന്നിട്ട് നമ്മൾ പോകും. അങ്ങനെ ലക്ഷക്കണക്കിന് മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മൾ പറശ്ശിനി കടവ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ 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 അതെ. എടുത്താലോ? എടുക്ക്. ഇന്നൊന്ന് കുറേ എടുത്താൽ ഡിസ്കൗണ്ട് ചെയ്ത് ചോദിക്കാം. നമ്മളിത് വാങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് നമ്മൾ കുറേ സാധനം എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരും. ഇന്ന് തിരക്കൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ പോവാണ്. ഈസ് പോവാണ്. അവനെ ഫോട്ടോ എടുക്കാൻ പിടിപ്പിച്ചു. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി എന്ത് പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി വീട്ടിൽ പോവാ, ചില്ല് ചെയ്യുക. അത് തന്നെ ഇന്നത്തെ പരിപാടി. യെസ്. നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തി. ഇനി പോണം. യാ ഗൈസ്. സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ട് റെഡി ആയിരുന്നു. മിറർ തുറന്നു, AC ഓണാക്കി, ഫുൾ സെറ്റായി. ഇനി നമ്മൾ പറപ്പിച്ച് പോകും. ഇപ്പോൾ പറപ്പിക്കണ്ടേ? മെല്ലെ പോയി പോരെ. ഞാൻ മെല്ലെ പോകും ഗൈസ്, മെല്ലെ. ലെറ്റ്സ് ഗോ. ബൈ. ഇട്ടാണല്ല നമ്മൾ മാളിൽ വന്നിട്ടാണുള്ളത് സുഹൃത്തുക്കളെ. ടാറ്റ. വിട പറയുന്നു ഗൈസ്. ബൈ ബൈ.
ഇതെൻ്റെ മമ്മി ഗൈസ്, മമ്മി ആൻഡ് പപ്പ. അച്ഛനും അമ്മയും. യെസ്, ബൈ ബൈ. ഇനി വരുമ്പോൾ കാണാം. ടാറ്റ. ഹലോ, ഇന്ന് ഡേ 2. ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ റണ്ണിന് പോയിട്ട് വരാമെന്ന്. എൻ്റെ ഇപ്പോൾ എണീച്ചിട്ട് പോവാണ്. സമയം 6:30. നാട്ടിൽ വന്നാൽ രാവിലെ എല്ലാം ഭയങ്കര സമാധാനമാണ്. ഒന്നാകെ ആരും ഇല്ലാത്തതുകൊണ്ട് റോട്ടുമ്പിലൊന്നും ഫുള്ള് അടിപൊളിയാണ്. നമുക്ക് ഏതായാലും ഓടിത്തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഇവിടുന്ന് ഓടുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ ഓർമ്മ വരണേ. കുറേ നാൾ ഞാൻ ഇവിടുന്ന് ഓടാറുണ്ടായിരുന്നു. അയ്യോ, അപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി സ്പീഡിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. ബട്ട് സാരില്ല, നമ്മൾ എന്താ പറയുക, ഒരു 3 മാസം ട്രെയിൻ ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററാവും. പിന്നെ ഒരു 3 മാസം കൂടി പോയാൽ കുറച്ചുകൂടി ബെറ്ററാവും. അങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോൾ പണ്ടത്തെ ലെവലെത്തും. പക്ഷേ ഈ ഒരു കൊല്ലം കൺസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റൂല്ലോ എന്നാണ് മെയിൻ കാര്യം. ഞാൻ മെയിൻ റോഡിൽ നിന്ന് വെറുതെ സൈഡിലോട്ടുള്ള റോഡിലേക്ക് കയറിയതാ. ഇവിടെയൊക്കെ കണ്ടു എന്ത് രസമാണെന്ന്. ഫുൾ പച്ചപ്പാ. പിന്നെ വല്ലാത്ത സമാധാനം, ഒന്നും പറയാനില്ല. ഇന്നത്തെ റണ്ണും നല്ലതായിരുന്നു, അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റാണ് ഞാൻ വന്നുകൊണ്ടുണ്ടായത്. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ടയർഡായതല്ല, 1 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ വെച്ചു സ്റ്റോപ്പ് ചെയ്യാൻ. ഇനി പോകുമ്പോൾ തിരിച്ച് ഓടിയാലോ എന്നുണ്ട്, ചെറിയ പേസിൽ നോക്കാം. ഞാൻ സ്ലോ ആയിട്ട് കുറച്ചുകൂടി ഓടിയാലോ എന്ന് വിചാരിച്ചത് മാറ്റിവെച്ചു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുന്നാണ്. പിന്നെ അവിടെ പോയി തിരിച്ച് വന്ന് ഇതായി. പിന്നെ അത്രയ്ക്ക് എനർജി ഉണ്ടോയെന്നും അറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ വീക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ളതുകൊണ്ടും വർക്ക് കുറേ ഉള്ളതുകൊണ്ടും പിന്നെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഓടാനൊന്നും പോയില്ല. അപ്പോൾ നിറ്റപ്രാണം പോയിട്ട് കുറേ ഓടണ്ടല്ലോ വെച്ചിട്ട്. സോ നമുക്ക് ഗ്രാജുവലി ഓട്ടത്തിൻ്റെ ഇത് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, എന്ത് പറഞ്ഞാലും നാട്ടിലെ സുഖമൊന്നും ആടെ കിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഓടാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അവിടെ നിന്ന് ഓടിയിട്ട് തിരിച്ച് റൂമിലെത്താനുള്ളൊരു കഷ്ടപ്പാടുണ്ടല്ലോ, ട്രാഫിക്കും അതും ഇതും. മുമ്പൊക്കെ ഞാൻ ഇവിടെ ഓടാൻ വരുമ്പോൾ എപ്പോഴും ഇതിലൂടെ തിരിച്ചു പോകുന്ന സമയത്ത് ആ കാലഘട്ടമായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. നമ്മളൊരു 4-5 ആൾ എപ്പോഴും രാവിലെ എണീച്ച് ഓടാൻ പോകും. എന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഈ ചെറിയ വെയിലത്ത് തിരിച്ചു വരും. അപ്പോൾ ഇതിന് നേരത്തെ പോകാറുണ്ട്, ലൈക്ക് 5 മണി ഒക്കെ ആകുമ്പോൾ പോകും. പോകുന്ന സമയത്ത് അങ്ങനെ വെളിച്ചൊന്നും ഉണ്ടാവാറില്ല. തിരിച്ചു വരുമ്പോൾ ഇതേപോലെ ചെറിയ സൺറൈസൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ ലൈറ്റ് സൺറൈസ് ആയിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വെയിലത്തൊക്കെ തിരിച്ചു വരും. ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ ഉള്ള വെയിൽ തന്നെയാണ്. ബട്ട് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ അരുവി സെറ്റപ്പ് പോലെയുണ്ട്. പണ്ടൊക്കെ ഇവിടെ എന്താ പറയുക, ആൾക്കാർ വണ്ടി കഴുകാൻ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഈ റോഡൊക്കെ വന്ന് പിന്നെ അതൊക്കെ കുറഞ്ഞു തോന്നുന്നു. അങ്ങോട്ടേക്കാണ് ഇവിടുത്തെ ഗവൺമെൻറ് കോളേജ്. അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രിയൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇങ്ങനെ നടക്കണത്. ഞാൻ അവിടെ BSc മാത്സിൽ എങ്ങനെയോ ഒരു അഡ്മിഷനൊക്കെ ഒപ്പിച്ച് പോയതായിരുന്നു. പട്ടാളത്ത് പോകണമെന്നില്ല ആഗ്രഹം കൊണ്ട് കുറച്ച് നാൾ പോയി ചില്ല് ചെയ്യണു. പട്ടാളത്ത് കിട്ടണു, ഇവിടുന്ന് ഒഴിവാകണു, പോകണു. പ്ലാനൊക്കെ പാളി. അപ്പോൾ എനിക്ക് തിരിഞ്ഞു ഇത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇവിടെ ഇല്ല, വീടൊക്കെ കണ്ട സൂപ്പർ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അതൊക്കെ പൂട്ടിയിട്ട് ഇപ്പോൾ ഇവർ വല്ല ടൈൽസ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. നാട്ടിൽ കുറച്ച് നാൾ മാറി നിൽക്കുമ്പോഴേക്ക് ഫുള്ള് മാറ്റം തന്നെ. ഇത് ഇവിടുത്തെ BSNLൻ്റെ ഓഫീസ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയി. പണ്ട് ലാൻഡ് ഫോണൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു, എന്താ പറയുക, ഇതിൻ്റെ ബില്ലടക്കാനും അങ്ങനെയൊക്കെ. ഇപ്പോൾ അതൊന്നും ഇല്ല. എല്ലാവരും മൊബൈലായതുകൊണ്ട് ലാൻഡ് ഫോണൊന്നും ഇപ്പോൾ ആരുടെടുത്തും ഇല്ല തോന്നുന്നു. അങ്ങോട്ടാണ് നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോകുന്നുണ്ടായ സ്ഥലം. അവിടെ ഒരു ചെറിയ കോട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിലാരുമില്ല, എല്ലാവരും UK ആണ്. UK മറ്റേ മിഡിൽ ഈസ്റ്റ്, ദുബായിലും അവിടെ ഇവിടെയൊക്കെ. നാട്ടിലൊന്നും ആരുമില്ല, ഞാനുമില്ല. എവിടെ പോന്നേ? സ്കൂളിലാ?
ആ താത്ത ഒരു ഹായ് പറ. നമുക്ക് രാഘവട്ടൻ്റെ അടുത്താണ്. രാഘവട്ടൻ പോലെ അച്ഛനെ ഇട്ടിട്ട് പോകുമ്പോൾ പോയി പോലെ ചായ വേണ്ടടാ? ചായ വേണ്ട, ഞാൻ പോട്ടെ. ഞാൻ നടക്കാൻ പോയതാ. ചേച്ചിക്ക് സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല. നീ എപ്പോൾ പോന്നു? ഞാൻ നാളെ മറ്റന്നാൾ പോവും. എന്നാ ആയിക്കോട്ടെ, കാണാം. ആയിക്കോട്ടെ. ഓയ് മൈൻഡൊന്നുമില്ല, അടിച്ചുവിട്ടൊക്കെ പോയത്. ആ പോയതാരാന്ന് തിരിഞ്ഞിട്ടെങ്കിൽ അത് അച്ഛനായിരുന്നു. യാ, ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ചെക്കൻ. അവൻ നാട് വിട്ടു പോയി. അങ്ങനെയല്ല, അവൻ ഇവിടുന്ന് സ്ഥലം മാറി. ആര് കണ്ടാലും മെലിഞ്ഞു പോയല്ലോ, ക്ലീൻ ഷേവ് ആക്കിയിട്ടാണെന്നൊന്നും കണ്ടാൽ തിരിയാത്ത, എന്തോ മാറി, തിരിയണേ ഇല്ല ആളെ എന്നൊക്കെയാണ് പറയാറ്. ഇപ്പോൾ കണ്ട ചേട്ടായിനെ പോയില്ലേ കുറച്ച് ആൾക്കാർ മാത്രമേ എന്നോട് എപ്പോൾ വന്നു, എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കുള്ളൂ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമല്ലേ. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നട്ടു വളർത്തിയ ചെടിയാട്ടോ. ഉണ്ടോ? ഇതൊന്നും ഇവർ നോക്കാറില്ല, അത് വേറെ കാര്യം. നല്ല വെയിൽ. വാവ്. നമ്മൾ കുറച്ച് തെങ്ങും തൈയും എടുത്തിട്ട് കുട്ടേനി പോവാണ്. കുട്ടേനി നമ്മളെ വളപ്പല്ലുള്ള സ്ഥലം. നമ്മ പോയിട്ട് വരേ. ഇവിടെ അടുത്ത് കുറച്ച് വളമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടാണുള്ളത് ഒരു നഴ്സറിയിൽ. ആടെ നമ്മൾ ഉദ്ദേശിച്ച വളമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു വളൻ്റെ ഇപ്പോൾ വന്നിട്ടാണ് ഉള്ളത്. ഇവിടെയൊക്കെ കിടു സ്ഥലമാട്ടാ, ഫുള്ള് മലയും പരിപാടിയൊക്കെയാണ്. ഇവിടെയാണ് ഇവിടെ സ്റ്റോറേജ്. കിട്ടിയാ പൈസ കൊടുത്തുവാ? മറ്റേ ഇത് അന്നെൻ്റെ തലക്ക് വന്നില്ല. ശരി, അങ്ങനെ നമ്മൾ ഓഫീസിലി എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഉണ്ണീൻ്റെ ഏരിയ ആണ് ഗൈസ്. അങ്ങനെ തെങ്ങും തൈയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വരുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വീട്. റംബൂട്ടാൻ റംബൂട്ടാൻ. അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു റംബൂട്ടാൻ കിട്ടി. ഒന്നല്ലു. ഇവിടെ നല്ല സ്ഥലമാണ്. ആകില്ല പ്രശ്നം എന്ന് വെച്ചാൽ കൊതുകടിയാ. പക്ഷേ മോശായിനി. മോശമായിട്ട് പറഞ്ഞ പിന്നെ അതിന് ആദ്യം ടേസ്റ്റ് നോക്കുന്നത്. ഇവിടെ നല്ല കരിക്കുണ്ട്, കരിക്ക്. ഈ തെങ്ങ് ഇത്ര നീളം ഉണ്ടായില്ല, ഇതിപ്പം പെട്ടെന്ന് നീളം വെച്ചേ. അവിടെ ചക്കയുണ്ട്, ചക്ക കാണുന്നുണ്ടോ? ചക്ക അത് വരിക്കച്ചക്കയാ കാണുന്നത്. ആ കമ്പല്ലൂരിലൊരു ചക്കയിൽ ഇത് കൊണ്ടൊക്കെയായിരുന്നു. ആടെ ആ മറ്റേ ഓറഞ്ച് കളറാവുന്ന ചക്കയുണ്ട്. പോയാ സാഡ്. ഇതാ എൻ്റെ ഓൾഡ് ക്രോക്സ്. അത് പോയോണ്ട് ഞാൻ പുതിയ ക്രോക്സ് വാങ്ങി. ശരി, തേങ്ങ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് പരിപാടി. ഈ കാണുന്നതൊക്കെ ചെറുതനാണ്. അതിൻ്റെ പറഞ്ഞതുണ്ടോ? ഇതാ കാണുന്നറിയില്ല, ബട്ട് അവിടെയൊക്കെ ഉണ്ട്.
ചെറുതേൻ എന്ന് വെച്ചാൽ സാധാ തേനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതലാണ്, പിന്നെ അതിന് എന്തൊക്കെയോ ഗുണവും കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. ആര് പറഞ്ഞെന്ന് ചോദിക്കരുത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്താ ഇത് ഗ്യാസ് ഇല്ലെങ്കിൽ അവിടെ അടുപ്പിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജിയ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മമ്മേനെയൊക്കെ ഒന്ന് കാണാൻ പോകാമെന്നാണ് വിചാരിക്കണേ. നോക്കട്ടെ, ചിലപ്പം പ്ലാനിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കുളിച്ചു കൂട്ടപ്പനായി, ഇനി അമ്മമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. 200 രൂപ കാര്യം പറഞ്ഞു അതിഥി അതാ പോയിക്കോളൂ പെട്ടു ഞാനല്ലേ അയ്യോ അതിഥി വീഡിയോ എടുക്കുന്നത്. നമ്മള് റംബൂട്ടാൻ പറിക്കാൻ പോവാന്ന്. റംബൂട്ടാൻ ഇതെന്റെ മാമന്റെ വീട്. വിമൽദേവൻ മാമൻ കുന്നു. അതിസാഹസികമായിട്ട് ഇതാ വിമൽദേവൻ. അയ്യോ അയ്യോ മട്ടക്കണ്ണ തായിടാൻ പോയെന്ന്. മട്ടക്കണ്ണരെ ഒന്നിച്ചു പോകുമെന്ന് അറിയില്ല. ശരി, ഇനി വരുമ്പോ കാണാം. ആയിക്കോട്ടെ. എപ്പൊ വല്ലി മോനെല്ലാം അറിയില്ല, എനിക്കറിയാം. എപ്പൊ വേണ്ട എപ്പം എനിക്ക് തോന്നുമ്പോ വരും. ഓക്കെ. ഇനിയിപ്പോഴും ഉണ്ടാവില്ല, ഓണത്തിനൊന്നും ഉണ്ടാവില്ല. ഞാൻ ഓണത്തിന് അവധിയൊന്നുമില്ല. ഇനി 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും വരല്. മതിയാക്കിട്ട് വന്നാലോ? അത് നിന്റെ ഇഷ്ടമല്ല മോനെ.